അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുന്നു. സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മഗ്രിബ് നമസ്കാരത്തിന്റെ മുമ്പ് മുഅക്കദല്ലാത്ത 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് എന്ന് നമ്മൾ ഇന്നലെ വിശദീകരിക്കേണ്ടായി. അതേപോലെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ എന്നുള്ളതും 2-ാമത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളതും ഓതുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വിവരിക്കുന്ന ഹദീസുണ്ട്. അതിനർത്ഥം മഗ്രിബിന് ശേഷം സുന്നത്തുണ്ട് എന്നും ആ സുന്നത്ത് നിസ്കാരത്തിലെ ഇന്ന സൂറത്താണ് ഓതേണ്ടത് എന്നുകൂടി അതില് വരുന്നുണ്ട്. അതിനുശേഷം മഗ്രിബ് നിസ്കാരത്തിന്റെ സുന്നത്തിന് ശേഷം നഫലുകൾ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമായിരുന്നു എന്നാണ്. അത്ര റക്അത്ത് എന്നല്ല, എത്രയും നിസ്കരിക്കാം. കാരണം ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മഗ്രിബ് നിസ്കരിച്ചു. അങ്ങനെ അദ്ദേഹം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞപ്പോ പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. ഫലം യസൽ യുസല്ലി ഹത്താ സല്ലൽ ഇശ. അങ്ങനെ ഇശാ നിസ്കാരം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് പുറത്തുപോയത്. ഇമാം അഹ്മദ്, നസഈ, തിർമിദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. അത് നഫലാണ് എന്ന് പറഞ്ഞാല് ഐജികമായിട്ട് എത്രയും വേണമെങ്കിൽ നമുക്ക് നിസ്കരിക്കാന്നുണ്ട്. ഇത്ര റക്അത്ത് എന്ന് വെച്ചിട്ട് കൊണ്ടല്ല. ചിലര് പറയലുണ്ട് സലാത്തുൽ അവ്വാബീനാണ് 6 റക്അത്താണെന്ന്. അതൊക്കെ ദുർബലമായ ഹദീസുകളാണ്. സഹിയായ ഒറ്റ ഹദീസും വന്നിട്ടില്ല. അതാണ് മഗ്രിബിൻ്റെതുള്ളത്. പിന്നെ ഇശാ നിസ്കാരത്തിന്റെ സുന്നത്ത് ഇശാന്റെ മുമ്പ് പ്രത്യേകമായിട്ട് വന്നിട്ടില്ലെങ്കിലും ബൈന കുല്ലി അദാനൈനി സ്വല, ഓരോ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ സുന്നത്തുണ്ട് എന്നുള്ള നിലക്ക് ഇശാന്റെ മുമ്പ് എന്തുണ്ട്? സുന്നത്ത് നിസ്കാരമുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ ഇശാക്ക് ശേഷം 2 റക്അത്ത്, മുമ്പും 2 റക്അത്ത്, ഇങ്ങനെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സുന്നത്തുകള് 2 രീതിയിലാണ്. മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മൾ വിവരിച്ച ഹദീസുകളൊക്കെ വെച്ച് പണ്ഡിതന്മാർ പറയുന്ന മുഅക്കദായ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒഴിവാക്കാതെ പതിവായി സ്ഥിരമായി നിർവഹിച്ചിരുന്ന സുന്നത്തുകൾ, അതാണ് സുന്നത്തു മുഅക്കദ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. അതേപോലെ അത് മുസ്തഹബ്ബ സുന്നത്താണ് എന്നുള്ളതിലാണ് ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അത് ഒരു അകാരണമായിട്ട്, കാരണമൊന്നും കൂടാതെ ഒഴിവാക്കൽ കറാഹത്താണ് എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായിട്ട് ചെയ്തതാണ്, അതുകൊണ്ട് ഒഴിവാക്കാൻ പാടില്ല, ഒഴിവാക്കുന്നത് കറാഹത്താണ് എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹഫിൽതു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 റക്അത്ത്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 10 റക്അത്ത് മനപ്പാടാക്കി വെച്ചിട്ടുണ്ട്. നബി നിസ്കരിച്ചിരുന്നത് ഏതൊക്കെയാണെന്ന്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഈ ഹദീസ് മനസ്സിലാക്കിയാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകൾ അതിൽ വരും. ആ 10 റക്അത്ത് ഏതൊക്കെയാണ്? റക്അത്തൈനി ഖബല ളുഹർ, ളുഹറിന്റെ മുമ്പ് 2 റക്അത്ത്. റക്അത്തൈനി ബഅദഹ, ളുഹറിന്റെ ശേഷം 2, അപ്പൊ 4 ആയി. റക്അത്തൈനി ബഅദൽ മഗ്രിബ് ഫീ ബൈത്തിഹി, മഗ്രിബിന് ശേഷം 2 റക്അത്ത് വീട്ടിൽ നിസ്കരിച്ചു, അപ്പൊ എത്രയായി? 6 റക്അത്തായി. റക്അത്തൈനി ബഅദൽ ഇശാഇ ഫീ ബൈത്തിഹി, അതേപോലെ ഇശാക്ക് ശേഷം 2 റക്അത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചു. റക്അത്തൈനി ഖബല സ്വലാത്തി സുബ്ഹ്, സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത്. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അങ്ങനെ 10 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മനപ്പാടാക്കി വെച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചുകൊണ്ടിരുന്നത് എന്ന്. ഈ ഹദീസ് എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്നതാണ്. ഇതാണ് സുന്നത്തായ റവാത്തിബ് എന്നാണ് ഷാഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലൊക്കെ പറയുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇതല്ലാതെ നബി നിസ്കരിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, ളുഹറിന് മുമ്പ് 4, ശേഷം 4 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശദീകരിച്ച ഹദീസ്. അതേപോലെ തന്നെ ഉമ്മു ഹബീബ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, മാമിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ 12 റക്അ, ഏതൊരു മുസ്ലിമും അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം 12 റക്അത്ത് തതവ്വുഅൻ സുന്നത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഗൈറ ഫരീള, ഫർളല്ലാതെ
12 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവനൊരു കൊട്ടാരം, ഒരു വീട് അള്ളാഹു പണിയുന്നതാണ്. അപ്പൊ ദിവസവും 12 റക്അത്ത് ഒഴിവാക്കാതെ നിസ്കരിക്കുക. അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 12 എന്ന് പറയുമ്പോ ഏതാവും? ളുഹ്റിന് മുമ്പ് 4 ആവും. ളുഹ്റിന് മുമ്പ് 4, ശേഷം 2, പിന്നെ മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, പിന്നെ സുബൈന്റെ മുമ്പ് 2. ഇങ്ങനെ 12 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നത്. അത് നിർവഹിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗത്തില് ഒരു വീടുണ്ടാവും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ഉണ്ട്, 10 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രേഷ്ഠമായിട്ടുള്ള ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാതെ 10 റക്അത്ത് നിസ്കരിച്ചിരുന്നു, 12 റക്അത്ത് നിസ്കരിച്ചിരുന്നു. ഇങ്ങനെ 2 രീതിയിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. 10 ആകുമ്പോ ളുഹ്റിന് മുമ്പ് 2, 12 എന്നുള്ളതാണെങ്കിൽ ളുഹ്റിന് മുമ്പ് 4 എന്ന രീതിയിലാണ്. ഇനി നിസ്കാരങ്ങളൊക്കെ സ്ഥിരമായി നിർവഹിക്കുന്ന ഒരാൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് മുമ്പുള്ള നിസ്കാരമാണെങ്കിൽ അതിന് ശേഷം നിർവഹിക്കാം. ശേഷമുള്ളതാണെങ്കിൽ എന്ത് ചെയ്യാണ്? മറന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പം നിസ്കരിക്കാം എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. അതിന് ഹദീസ് തെളിവ് എന്താണ് പറഞ്ഞ, മൻ ആമൻ സ്വലാത്തിൻ ഔ നസിയഹ ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ എന്ന ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരാൾ നിസ്കാരത്തിൽ നിന്ന് ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി, എന്നാൽ എപ്പോഴാ ഓർമ്മ വരുന്നു അപ്പോൾ അവൻ നിസ്കരിക്കട്ടെ. അതേപോലെ വേറൊരു ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു അത്താനി നാസും മിൻ അബ്ദുൽ ഖൈസ് എന്ന് പറഞ്ഞ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ്റിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കരിച്ചില്ല, ഇത് തിരക്കിൽ പെട്ടു. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യാണ്? അസറിന് ശേഷം അത് ഖളാ വീട്ടി. അസറിന് ശേഷം സുന്നത്തില്ല, ആ ളുഹ്റിന്റെ ശേഷമുള്ള 2 റക്അത്ത് അസറിന് ശേഷം നിസ്കരിച്ചതായിട്ട് ഹദീസിലുണ്ട്. അതിന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. അതിന് അസറിന് ശേഷം നബി നിസ്കരിക്കുന്നത് കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, എന്താണ് നിങ്ങള് അസറിന് ശേഷം നിസ്കാരമല്ലല്ലോ പിന്നെ നിസ്കരിക്കണത്? അപ്പോഴാ പറഞ്ഞ, ഇന്നഹു അത്താനി നാസും മിൻ അബ്ദുൽ ഖൈസ് ബിൽ ഇസ്ലാമി മിൻ ഖൗമിഹി. അതായത് അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽ നിന്ന് കുറെ ആളുകൾ പുതുമുസ്ലിങ്ങളായിട്ട് അവരെന്ത് ചെയ്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. ഫശഗലൂനി അൻ റക്അത്തില്ലത്തൈനി ബഅദൽ ളുഹ്ർ. അങ്ങനെ ളുഹ്റിന് ശേഷം അവരുമായിട്ട് സംസാരിച്ചിരുന്ന് അവരുമായിട്ടുള്ള ചർച്ചയില് ളുഹ്റിന് ശേഷമുള്ള 2 റക്അത്ത് എന്നിൽ നിന്ന് പിന്നെ എനിക്ക് നിർവഹിക്കാൻ പറ്റാതെയായി. ഫഹുമ ഹാത്താനി, ആ 2 റക്അത്താണ് ഞാൻ അസറിന് ശേഷം നിസ്കരിച്ചത് എന്ന് ഹദീസില് വന്നിട്ടുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർളിന് മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങൾ. ഇതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതിനെ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. അസ്സലാമു അലൈക്കും.